നമ്മുടെ ദിവസവും സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നു, കുളിക്കുന്നു, വസ്ത്രങ്ങൾ കഴുകുന്നു. പക്ഷേ ഒരു ചെറിയ ചോദ്യമുണ്ട്. സോപ്പ് എങ്ങനെ മലിനതയും എണ്ണയും നീക്കം ചെയ്യുന്നു? വെള്ളം മാത്രം ഉപയോഗിച്ച് എണ്ണ കളയാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? എണ്ണയും വെള്ളവും തമ്മിൽ കലരില്ല. ഇവിടെ തന്നെയാണ് സോപ്പിന്റെ ശാസ്ത്രം തുടങ്ങുന്നത്. സോപ്പ് എന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള രാസസംയുക്തമാണ്. അതിന്റെ അണുവിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒരു ഭാഗം ഹൈഡ്രോഫിലിക് ഹെഡ്, വെള്ളത്തെ ആകർഷിക്കുന്ന ഭാഗം. മറ്റൊരു ഭാഗം ഹൈഡ്രോഫോബിക് ടെയിൽ, വെള്ളത്തെ ഒഴിവാക്കുന്ന എന്നാൽ എണ്ണയുമായി ചേർന്നു നിൽക്കുന്ന ഭാഗം. ഇത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നോക്കാം. നമ്മുടെ കയ്യിൽ എണ്ണയും പൊടിയും ചേർന്ന് മലിനത ഉണ്ടെന്ന് കരുതുക. വെള്ളം മാത്രം ഉപയോഗിച്ചാൽ അത് എണ്ണയെ നീക്കാൻ കഴിയില്ല. കാരണം വെള്ളം പോലറാണ്, എന്നാൽ എണ്ണ നോൺ പോലറാണ്. ഇപ്പോൾ സോപ്പ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സോപ്പിന്റെ ഹൈഡ്രോഫോബിക് ടെയിൽ എണ്ണയിൽ കയറിപ്പിടിക്കും. അതേസമയം ഹൈഡ്രോഫിലിക് ഹെഡ് വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ടു നിൽക്കും. ഇങ്ങനെ നിരവധി സോപ്പ് അണുക്കൾ ചേർന്ന് ഒരു വൃത്താകൃതിയിലുള്ള ഘടന രൂപീകരിക്കും. ഇത് മൈസെൽ എന്ന് വിളിക്കുന്നു. മൈസെലിന്റെ ഉള്ളിൽ എണ്ണ കുടുങ്ങിപ്പോകും. പുറത്ത് വെള്ളത്തെ ആകർഷിക്കുന്ന ഭാഗമുണ്ടായതിനാൽ ഇത് വെള്ളത്തിൽ കലരാൻ തുടങ്ങും. അവസാനം നാം കൈ കഴുകുമ്പോൾ ഈ മൈസെൽസ് വെള്ളത്തോടൊപ്പം ഒഴുകിപ്പോകുന്നു. അതായത് സോപ്പ് എണ്ണയെ നേരിട്ട് അപ്രത്യക്ഷമാക്കുന്നില്ല. പകരം അത് എണ്ണയെ വെള്ളത്തിൽ കലരാൻ സഹായിക്കുന്നു. ഇതാണ് ക്ലീനിങ് ആക്ഷൻ ഓഫ് സോപ്പ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇന്റർമോളിക്യൂൾ ഫോഴ്സ് ആണ്. പോലാർ, നോൺ പോലാർ സ്വഭാവങ്ങളുടെ വ്യത്യാസം തന്നെയാണ് ഈ പ്രക്രിയയ്ക്ക് കാരണം. അതുകൊണ്ടാണ് സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നന്നായി പതപ്പിക്കണമെന്ന് പറയുന്നത്. കൂടുതൽ മൈസെൽസ് രൂപപ്പെടാൻ ഇത് സഹായിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കാം, സാധാരണ ഒരു സോപ്പ് ബാർ പോലും കെമിസ്ട്രിയുടെ അത്ഭുതമാണ്. ശാസ്ത്രം നമ്മൾ ദിനംപ്രതി ഉപയോഗിക്കുന്ന സാധാരണ കാര്യങ്ങളിലും ഒളിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിനത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ശാസ്ത്രം. അപ്പോൾ അടുത്ത പ്രവേശം. സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ ഓർക്കുമല്ലോ അല്ലേ? ഈ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ കമന്റിൽ എഴുതൂ. ഞങ്ങൾ മറുപടി നൽകും. ഇത്തരത്തിലുള്ള ലളിതമായി വിശദീകരിച്ച വിദ്യാഭ്യാസ ശാസ്ത്ര വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.